കാഞ്ഞീരമരത്തിൽ നിന്നാണ് കാസർഗോഡ് എന്ന പേരുണ്ടായതെന്ന് കേട്ടിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷവും കാഞ്ഞീരമാണ്. കാഞ്ഞീരത്തിന് കയ്പാണ്. അതുപോലെ ഇടതുപക്ഷത്തിന് പണ്ടേ കൈക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ്. അതെന്തായാലും ശക്തമായ പോരാട്ടം നടക്കുന്ന വടക്കേ മലബാറിലെ ഒരു മണ്ഡലമാണ് കാസർഗോഡ്. BJPയുമായി മുസ്ലിം ലീഗ് നേരിട്ട് ഏറ്റുമുട്ടുന്ന കേരളത്തിലെ 2 മണ്ഡലങ്ങളിൽ ഒന്ന്. മറ്റൊന്ന് മഞ്ചേശ്വരമാണ്. രണ്ടും കാസർഗോഡ് ജില്ലയിലാണെന്ന പ്രത്യേകതയുമുണ്ട്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി മൊഗ്രാൽ, പുത്തൂർ, മധൂർ, ബദിയടുക്ക, കുമ്പടാജെ, ബേലൂർ, ചെങ്കള, കാറടുക്ക എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ചെങ്കളയിലും കാസർഗോട്ടും മൊഗ്രാൽ, പുത്തൂരിലും UDFന് നല്ല ഭൂരിപക്ഷമുണ്ട്. കുമ്പടാജെ, മധൂർ പഞ്ചായത്തുകളിൽ BJPക്കാണ് മുൻതൂക്കം. ബേലൂരിൽ UDFും BJPയും ഒപ്പത്തിനൊപ്പമാണ്. കാറടുക്കയിൽ മാത്രമാണ് LDFന് മുൻതൂക്കമുള്ളത്. 2021 കണക്ക് നോക്കുമ്പോൾ മുസ്ലിം ലീഗിലെ NA നെല്ലിക്കുന്ന് 12,901 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് BJPയുടെ K ശ്രീകാന്തിനെ അവിടെ പരാജയപ്പെടുത്തിയത്. നെല്ലിക്കുന്ന് ഇത്തവണ മത്സരരംഗത്തില്ലെന്നാണ് കേൾവി. അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥിയായി ഇവിടെ വരാൻ സാധ്യതയുള്ളത് മുസ്ലിം ലീഗിൻ്റെ തീപ്പൊരി നേതാവ് KM ഷാജിയാണ്. പക്ഷേ ജില്ലാ നേതൃത്വത്തിന് അതിൽ താല്പര്യമില്ല. പ്രത്യേകിച്ച് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മായിനാജിക്ക് അതിലൊട്ടും താല്പര്യമില്ല. ജില്ലയിലെ മുസ്ലിം ലീഗിന് അനുവദിച്ച 2 മണ്ഡലങ്ങളിലും കാസർഗോട്ടുകാർ തന്നെ മതി എന്ന വളരെ ഇടുങ്ങിയൊരു പ്രാദേശികവാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നർത്ഥം. മായിനാജിക്ക് ഏറെ മോഹം മഞ്ചേശ്വരത്ത് നിൽക്കാനാണ് എന്നാണ് അറിവ്. പക്ഷേ അവിടെ സിറ്റിംഗ് MLA കാസർഗോട്ടുകാരനായതുകൊണ്ടും അദ്ദേഹം അവിടെ ഏറെ ജനസമ്മതനായതുകൊണ്ടും എതിർപ്പുമായി എത്താനാവില്ല. അപ്പോൾ പിന്നെ കക്ഷി കാസർഗോഡ് മുറുകെ പിടിച്ചിരിക്കുകയാണ്. അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നവുമില്ല. അപ്പോൾ പിന്നെ കല്ലട്ര തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് അനുമാനിക്കാം. അങ്ങനെയെങ്കിൽ ഷാജിക്ക് ലീഗ് നേതൃത്വം അഴീക്കോട് നൽകാനാണ് സാധ്യത. അവിടെ ഇപ്പോൾ CPMലെ KV സുമേഷാണ് MLA. 2021 6,741 വോട്ടുകൾക്കാണ് സുമേഷ് സിറ്റിംഗ് MLA ആയിരുന്ന ഷാജിയെ വീഴ്ത്തിയത്. ആ നിലയ്ക്ക് ഷാജിയെ അഴീക്കോട് തന്നെ വീണ്ടും മത്സരിപ്പിച്ച് മണ്ഡലം തിരിച്ചു പിടിക്കാനൊരു ശ്രമം നടത്തുന്നതായിരിക്കും നല്ലതെന്ന് മുസ്ലിം ലീഗും തീരുമാനിച്ചുകൂടായില്ല. UDFനെ സംബന്ധിച്ച് അതായിരിക്കും നല്ലതും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഴീക്കോട് UDFന് പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതുമാണ്. അതുകൊണ്ട് ഷാജിയും കാസർഗോഡിൻ്റെ കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. CPM അവിടെ വീണ്ടും സുമേഷിനെ മത്സരിപ്പിക്കുമോ എന്നറിയില്ല. BJP അവിടെ ഏതാണ്ട് സ്ഥാനാർത്ഥിയെ ഉറപ്പിച്ച പോലെ തന്നെയാണ്. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും മഹിളാ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പറുമായ ML അശ്വിനിയെയായിരിക്കും സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നത്. അശ്വിനിയെ മഞ്ചേശ്വരത്ത് മത്സരിപ്പിക്കാനായിരുന്നു BJPക്ക് താല്പര്യം. പക്ഷേ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തിൻ്റെ പിടി മുറുക്കിയപ്പോഴാണ് എന്നാൽ പിന്നെ അശ്വിനിയെ കാസർഗോഡ് മത്സരിപ്പിക്കാം എന്ന് വെച്ചത്. ഏതായാലും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് അശ്വിനി. BJP കേന്ദ്ര നേതൃത്വത്തിനും ഏറെ പ്രിയമുള്ള നേതാവാണ് അവർ. അശ്വിനി മലയാളിയല്ല, കന്നഡക്കാരിയാണ്. അതുകൊണ്ട് തന്നെ കന്നഡ വിഭാഗത്തിൻ്റെയും വോട്ട് അവർക്ക് കിട്ടും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ UDFനാണ് വിജയസാധ്യത. പക്ഷേ അത് ഉറപ്പിച്ച് പറയാനാവില്ല. മഞ്ചേശ്വരത്ത് BJPക്കും കാസർഗോഡ് LDFനും എന്നൊരു ഫോർമുല LDFും BJPയും തമ്മിൽ ഉണ്ടാക്കാനുള്ള സാധ്യത അവിടെ തെളിഞ്ഞു കാണുന്നുണ്ട്. അത് അവിടെ ചിലരെല്ലാം അടക്കം പറയുന്നുമുണ്ട്. അത് ഊഹാപോഹമല്ലെങ്കിൽ കാസർഗോഡ് LDF വിജയിക്കുകയും മഞ്ചേശ്വരത്ത് BJPയുടെ സുരേന്ദ്രൻ വിജയിക്കുകയും ചെയ്യും. പിണറായി വിജയന് അങ്ങനെ ഒരു ഉള്ളിലിരിപ്പുണ്ടെങ്കിലും അതിന് അണികൾ എത്രമാത്രം വഴങ്ങും എന്നറിയില്ല. കാരണം RSS CPM പോരാട്ടങ്ങളും വൈരാഗ്യവും രൂക്ഷമായ മണ്ഡലമാണ് കാസർഗോഡ്. അവിടെ BJPക്കാർക്ക് അല്പമെങ്കിലും അടുപ്പം കോൺഗ്രസ്സുകാരോടാണ്. ആ നിലയ്ക്ക് പിണറായി വിജയൻ പറഞ്ഞാൽ പോലും യഥാർത്ഥ അണികൾ അവിടെ അത് അനുസരിക്കണം എന്നില്ല. പക്ഷേ ഇപ്പോൾ CPMൽ തന്നെ പിണറായി ഭക്തരായ ചിലരുണ്ട്. അവർക്ക് കഴിഞ്ഞ 2-3 വർഷമായി RSSകാരോട് വലിയ കൂട്ടുകെട്ടുമാണ്. അങ്ങനെയാണ് ഇരുവരും ചേർന്ന് കള്ളാർ കേസിലെയും കാഞ്ഞങ്ങാട്ട് കേസിലെയും പ്രതികളെ രക്ഷപ്പെടുത്തിയത്. കള്ളാറിൽ വെച്ച് 50ഓളം CPM പ്രവർത്തകർ ചേർന്ന് RSSകാരെ ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൊണ്ട് മാരകമായി അടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സാക്ഷികൾ കൂറുമാറിയതിനെ തുടർന്ന് 12 CPM പ്രവർത്തകരാണ് കുറ്റവിമുക്തരായത്. അതേപോലെ കാഞ്ഞങ്ങാട്ട് വെച്ച് മുൻ മന്ത്രിയും MLAയും CPI നേതാവുമായ E ചന്ദ്രശേഖരനെ ആക്രമിച്ച കേസ് കോടതിയിലെത്തിയപ്പോൾ
ഈ ചന്ദ്രശേഖരൻ പ്രതികളെ തിരിച്ചറിഞ്ഞെങ്കിലും പ്രധാന സാക്ഷികളായ CPM ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർ കൂറുമാറി. അങ്ങനെ 12 BJP പ്രവർത്തകരും കുറ്റവിമുക്തരായി. CPM RSS അക്രമങ്ങളിൽ പരസ്പരം തോറ്റുകൊടുത്ത് ഇരു പാർട്ടികളും കേസുകൾ ഒത്തുതീർപ്പാക്കാനാണ് അന്ന് പിണറായിയുടെ ഒത്താശയോടെ ധാരണയായത്. പോലീസിന് നൽകിയ മൊഴികളിൽ നിന്ന് വിരുദ്ധമായ കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞാണ് CPMഉം RSSഉം സ്വന്തം അണികളെ രക്ഷപ്പെടുത്തിയത്. സാക്ഷികൾ തങ്ങൾക്ക് പ്രതികൾ ആരാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെന്നാണ് ഇരു കേസിലും കോടതിയെ ഒരേപോലെ ബോധിപ്പിച്ചത്. ഇതോടെ പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്തു. അന്ന് തൊട്ട് CPMകാരും BJPക്കാരും അവിടെ ബായി ആണെന്നാണ് ഇടതുപക്ഷത്തിലെ തന്നെ CPIക്കാരുടെ പോലും അടക്കം പറച്ചിൽ എന്നോർക്കണം. അങ്ങനെയെങ്കിൽ അവിടെ UDFഉം LDFഉം തമ്മിലായിരിക്കും പോരാട്ടം നടക്കുന്നത്. CPMലെ ഒരു സ്ഥാനാർത്ഥിയെ പോലും വിജയിപ്പിച്ച ചരിത്രമില്ലാത്ത മണ്ഡലമാണ് കാസർഗോഡ്. അവിടം പിടിച്ചടക്കണമെന്നത് CPMന്റെ ചിരകാല അഭിലാഷമാണ്. പക്ഷേ ഈ ഒരു ഫോർമുല ഏതാണ്ടിപ്പോൾ പൊളിഞ്ഞ സ്ഥിതിക്ക് കാസർഗോഡും മഞ്ചേശ്വരവും BJPക്ക് നൽകി ജില്ലയ്ക്ക് പുറത്തുള്ള മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്ക് BJPയുടെ വോട്ടുകൾ നൽകുകയും പകരം മഞ്ചേശ്വരത്തും കാസർഗോഡും CPM സഹകരണം നൽകുകയും ചെയ്യുന്ന ബദൽ ഫോർമുലയും അവർ ആലോചിച്ചുകൂടായിക ഇല്ല. അങ്ങനെയെങ്കിൽ UDFഉം NDAയും തമ്മിലുള്ള പോരാട്ടമായിരിക്കും നടക്കുന്നത്. ഏതായാലും പൊരിഞ്ഞ പോരാട്ടമായിരിക്കും കാസർഗോഡ് ഇത്തവണ നടക്കുന്നത്. കാരണം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ കേരളത്തിൽ BJPക്ക് വേണ്ടി ശുദ്ധീകരിച്ചെടുത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് കാസർഗോഡ്. അതവിടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നുമാണ്. അവിടെ വിജയം ഉറപ്പിച്ചു തന്നെയാണ് അശ്വനിയെ ഇറക്കുന്നത്. 1977 മുതൽ മുസ്ലിം ലീഗിനെ മാത്രം വിജയിപ്പിച്ച മണ്ഡലത്തിൽ ആ ചരിത്രം തിരുത്തിക്കുറിക്കുന്നതിന് തന്നെയാണ് അശ്വനിയുടെ പടയൊരുക്കം. കലക്ടർ മായിനാജിയാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തിന് അശ്വനിയെ തറ പറ്റിക്കാനാവുമോ എന്ന് കണ്ടറിയാം.